ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കുറച്ചധികം കാലമായിട്ട് കിയയുടെ പുതിയ കാരൻസ് ഫേസ് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ പുതിയ പേരെന്താണ് എന്നുള്ളതും അതുപോലെ ബാക്കി ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതും ഇപ്പോൾ കുറേയൊക്കെ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ടീസറും ഈ വാഹനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അവർ അടുത്ത ടീസർ അപ്ലോഡ് ചെയ്യുമായിരിക്കും. ഈ വരുന്ന മെയ് 8-നാണ് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള ലോഞ്ച് പറഞ്ഞിട്ടില്ല. ചിലവർ ജൂണിലായിരിക്കും, ഇപ്പോൾ ജസ്റ്റ് റിവീൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എനിവേ അവർ ആദ്യം കാണിച്ച ടീസർ ഇതാണ്. ഇതിൻ്റെ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സും അതുപോലെ ഡീറ്റെയിൽസും ഒക്കെ അധികം വൈകാതെ തന്നെ പറയാം. എന്തായാലും ഈ വണ്ടിയുടെ പേര് കാരൻസ് എന്നായിരിക്കില്ല, ക്ലാവിസ് എന്നായിരിക്കും. അതിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ക്ലാവിസ് മാത്രമായിട്ടല്ല അവരിതിനെ വിളിക്കാൻ പോകുന്നത്. അതും നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ അറിയാൻ പറ്റും. എന്തായാലും നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു ചേഞ്ച് ഇതിനകത്ത് പറയാൻ പറ്റുന്ന പാനറോമിക് സൺറൂഫാണ്. നമുക്ക് കാരൻസിനകത്ത് കിട്ടുന്ന ഒരു സിംഗിൾ പെയിൻ ചെറിയ സൺറൂഫ് ആയിരുന്നു. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ഇമേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മുകളിൽ വലിയൊരു പാനറോമിക് സൺറൂഫ് വരുന്ന തന്നെ കാണാൻ പറ്റും. പിന്നെ ഇവർ വ്യത്യാസം വരുത്തിയിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനിലൊക്കെയാണ്. കൂടുതലും കിയയുടെ EV5 എന്ന് പറഞ്ഞ മോഡലുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഒരു ഫ്രണ്ട് പ്രൊഫൈലിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ പല ആൾക്കാരും തമ്മിലും മറ്റുമൊക്കെ EV5ൻ്റെ ഇമേജസ് ഉപയോഗിക്കുന്നതും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എനിവേ ഇത് ആ വണ്ടിയല്ല, അത് കുറച്ചും കൂടെ SUV ടൈപ്പ് വരുന്ന വണ്ടിയാണ്. ഇത് പക്ഷേ സ്റ്റിൽ ഒരു റീക്രിയേഷണൽ വെഹിക്കിൾ, അതായത് ശരിക്കും MPV എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഫ്രണ്ട് ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയ വ്യത്യാസം പറയും. അതുപോലെ ഗ്രില്ലിൻ്റെ ഡിസൈനിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട്. മെയിനായിട്ട് അവർ ഇതിന് ഹെഡ്ലൈറ്റിലാണ് ഏറ്റവും വലിയ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. നമുക്ക് കണക്റ്റഡ് ഹെഡ്ലൈറ്റ് ഒന്നും ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല, അതായത് DRLs കൊടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു L തിരിച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സ്ലിം ആയിട്ടുള്ള DRLs ആണ്. അതിൻ്റെ താഴത്ത് നമുക്ക് മെയിൻ ഹെഡ്ലൈറ്റ്സിൻ്റെ ഒരു പാറ്റേണും കൊടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റ്സ് വേണമെങ്കിൽ വിളിക്കാം, പക്ഷേ ഹെഡ്ലൈറ്റ് ഒരുപാട് താഴത്തല്ല വെച്ചിരിക്കുന്നത്. DRLസിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ അവർ ഹെഡ്ലൈറ്റും വെച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം കിയയുടെ പുതിയൊരു വാഹനങ്ങളുടെയൊക്കെ ഡിസൈൻ പാറ്റേൺ പോലെ തന്നെ പറയാം. സിറോസ് പോലെ അത്രയും പുതിയതായിട്ട് പോയിട്ടില്ല, കുറച്ചും കൂടെ അവർ കൺവെൻഷണൽ രീതിയിലാണ് നിൽക്കുന്നത്. അതായത് കിയയുടെ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലാണ്. ഇതിൻ്റെ അകത്ത് മിക്കവാറും അവർ അലോയ്സിൻ്റെ സൈസ് ഒരു ഇഞ്ചും കൂടെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് കാരൻസിൽ 16 ഇഞ്ചാണ് കിട്ടുന്നത്. പൊതുവേ കിയ സെൽട്ടോസിൽ 18 ഇഞ്ച് വരെയൊക്കെ സിമ്പിളായിട്ട് കൊടുക്കുന്നതാണ്. സെറോസിലും 17 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെയായാലും 17 ഇഞ്ചെങ്കിലും അവർ കൊടുക്കേണ്ടതാണ്. കാരണം കാരൻസിനെ കുറച്ചും കൂടെ ഒരു പ്രീമിയം ഓഫറിംഗ് ആയിട്ടാണ് അവർ ഈ വാഹനം വെക്കുന്നത്. ക്ലാവിസ് എന്നാണ് ഇതിൻ്റെ പേര്. എഗെയിൻ ഇതിലുള്ള ആ ഒരു ട്വിസ്റ്റിലേക്ക് നമുക്ക് വരാം. എനിവേ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കാനാണെങ്കിൽ ഓൾമോസ്റ്റ് കാരൻസ് പോലൊക്കെ തന്നെയാണ്. അങ്ങനെ ഇതിൻ്റെ പ്രൊപ്പോർഷൻസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇവർ വരുത്തിയിട്ടില്ല. ഫ്രണ്ടിലത്തെ ഡിസൈൻ അതുപോലെ ബാക്കിലത്തെ ഡിസൈൻ അതിൻ്റെ അകത്താണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ നമ്മുടെ ORVMസിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയാലേ ഉള്ളൂ. പിന്നെ അലോയ്സിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യാസം ഉണ്ടാവും. 360 ക്യാമറ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ORVMൻ്റെ താഴെ ചെറിയൊരു ബൾജിങ് ഉണ്ടാവും. ഇനി അടുത്തത് ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലാണ്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റുന്നത്. കാരണം ഇത് കിയയുടെ ഒഫീഷ്യൽ ടീസറിൽ നിന്ന് വന്നല്ല, ലീക്കായി വന്നതാണ്. റഷ് ലൈനാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ക്ലാവിസ് എന്നാണ് അവർ ഈ വാഹനത്തിൻ്റെ പേര് ഇപ്പോൾ ടീസറിലൊക്കെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ബാക്കിൽ ഒരു ബാഡ്ജിങ് ഒട്ടിച്ചിരിക്കുന്നത് കാരൻസ് ക്ലാവിസ് എന്ന് പറഞ്ഞാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. കാരണം ഇതൊരു സ്റ്റാൻഡ് ലോൺ മോഡലായിട്ട് വേണമെങ്കിൽ ക്ലാവിസ് എന്ന് മാത്രം വിളിക്കാമായിരുന്നു. പിന്നെ ക്ലാവിസ് എന്നുള്ള പേരും ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സെറോസ് ഇറങ്ങുന്നതിന് മുന്നേ ആ വാഹനത്തിൻ്റെ പേര് ക്ലാവിസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം 2 ട്രേഡ് മാർക്കാണ് ആ സമയത്ത് പേരിൻ്റെ കാര്യത്തിൽ വന്നത്. ആദ്യം വന്ന ക്ലാവിസ് ആണ്, അതിനുശേഷമാണ് പിന്നെ സെറോസ് എന്ന് പറഞ്ഞ ട്രേഡ് മാർക്ക് വന്നത്. അതിലവർ സെറോസ് എന്ന് പറഞ്ഞ ട്രേഡ് മാർക്ക് അവർ SUVക്കും അതുപോലെ ക്ലാവിസ് എന്ന് പറഞ്ഞ പേര് നമ്മുടെ കാരൻസിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റിന് ഉപയോഗിച്ചു എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനും ഇവിടെ കാണാം. കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ളൊരു ടെയിൽ ലാംപ്സിൻ്റെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ലീക്കാണ്. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. കാരണം മുകളിലേക്ക് അവർ ലൈറ്റ് ബാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് ചെറിയൊരു എക്സ്റ്റൻഷനും വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഉള്ള കാരൻസിൻ്റെ ടെയിൽ ലൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിയർ ഡിസൈൻ അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടെ കാണാൻ അത്യാവശ്യം രസമുണ്ട്. പിന്നെ അവർ LEDസിൻ്റെ പാറ്റേൺ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ കാരൻസിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റി പറയാൻ പറ്റുന്നത്. സാഡ്ലി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ ഇമേജസ് ഒന്നും അവർ ഇതുവരെ, അതായത് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാലം വരെ പുറത്ത് വിട്ടിട്ടില്ല. ചിലപ്പം നിങ്ങളിത് കാണുമ്പോഴേക്കും പുറത്ത് വിടുമായിരിക്കും. ആകെപ്പാടെ നമുക്ക് കിട്ടിയത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ മാത്രമുള്ളൊരു ഫുട്ടേജാണ്. അതിൻ്റെ അകത്ത് ഇതിനകത്ത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം വരും എന്നുള്ള കാര്യം അതിലൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ പുതിയ 10.25 ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരും എന്നും കൺഫേം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെറോസിൽ നമുക്ക് 12.3 ഇഞ്ചസിൻ്റെ ക്ലസ്റ്ററും 12.3 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെയാണ് കിട്ടുന്നത്. അത് ഇതിൻ്റെ അകത്ത് വരും എന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ടീസർ കണ്ടപ്പോൾ എനിക്ക് അതിലൊരു സംശയമില്ലാതില്ല. കാരണം ഏകദേശം സെൽട്ടോസിലൊക്കെ കാണുന്ന ആ ഒരു 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പോലെയാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. ഒരുപക്ഷെ അവർ സെൽട്ടോസിൻ്റെ ആ ഒരു ലേഔട്ടിലേക്ക് പോയേക്കാം. സെറോസിൻ്റെ അത്രയും ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള സെറ്റപ്പിലേക്ക് പോകാതിരിക്കാനും സാധ്യതയുണ്ട്.
ഇനി അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അധികം വൈകാതെ തന്നെ അറിയാൻ പറ്റുമായിരിക്കും. കാരണം ടീസറൊക്കെ കിയ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെയ് 8 റിവീൽ എന്ന് പറയുമ്പോൾ എന്തായാലും അതിന് മുന്നേ ഇനി ഒരു 3-4 ടീസറും കൂടെ വരാനുണ്ട്. അതിൽ തന്നെ ഒരു വാഹനത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും കാണിക്കും. ഇൻറ്റീരിയർ ആയിക്കോട്ടെ, എക്സ്റ്റീരിയർ ആയിക്കോട്ടെ, അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ കൂടെ അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ റിവ്യൂലും അതുപോലെ ജൂണിൽ ലോഞ്ച് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനത്തിൻ്റെ റിവ്യൂ ജൂണിലാണ് എന്നാണ് പറയാൻ പോകുന്നത്. അതിൻ്റെയും കുറേ ടെസ്റ്റിംഗ് ഇമേജസ് ഒക്കെ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഈ വാഹനം ഒരു ചാർജിങ് സ്റ്റേഷനിൽ കുത്തിയിട്ടിരിക്കുന്ന കുറേ ലീക്ഡ് ഇമേജസും കുറച്ച് കാലം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഇലക്ട്രിക് എന്ന് പറയുമ്പം നമുക്ക് 7 സീറ്റർ കാറ്റഗറിയിൽ ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് ഇപ്പോൾ കിട്ടുന്ന ആകപ്പാട് BYD E-Max 7 മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസേ ഇല്ല. E-Max 7 തന്നെ പണ്ട് BYD E6 എന്ന് പറഞ്ഞ പേരിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് 5 സീറ്റർ ആയിരുന്നു. അതായത് ഈ അടുത്ത കാലം തൊട്ടാണ് 7 സീറ്റർ ഇലക്ട്രിക് വണ്ടികൾ തന്നെ കിട്ടി തുടങ്ങിയത്. എന്തായാലും ക്ലാവിസ് അതിൽ ഒരു ഓഫറിംഗ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം അടുത്തായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് വലിയ വണ്ടി വേണം, 7 സീറ്റർ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഒരുപാട് ആൾക്കാർ ഇരുത്തണം, സ്പേസ് മാക്സിമം വേണം, പക്ഷേ വിൻസർ പോലെ 5 സീറ്റർ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വെയിറ്റ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് നമ്മുടെ ക്ലാവിസിൻ്റെ ഇലക്ട്രിക് വേർഷൻ. ഇത് ഓൾമോസ്റ്റ് പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ ക്രെറ്റ EV ആയിട്ട് ഷെയർ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ബാറ്ററി പാക്ക് 51.4 kWh, അതുപോലെ തന്നെ പവർ ഫിഗേഴ്സ് 173 PS അടുത്തൊക്കെ ആയിരിക്കും എന്ന് പറയുന്നു. ഇനി അതല്ലാതെ നമ്മുടെ പെട്രോൾ കാരൻസ്, അതായത് പെട്രോൾ ഡീസൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ മോഡലിലേക്ക് വരാനാണെങ്കിൽ അതിൻ്റെ അകത്ത് കാരൻസിൻ്റെ സെയിം പവർ ട്രെയിൻ ഓപ്ഷൻസ് തന്നെയാണ് ഈ വണ്ടിയിലും വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു ഓഫറിങ്ങിലായിരിക്കും അവർ ഈ വാഹനം കൊടുക്കുന്നത് എന്ന് മാത്രം. അതായത് നമുക്ക് കാരൻസിൽ കിട്ടുന്ന 1.5 ലിറ്റർ എണ്ണ പെട്രോൾ ഉണ്ടാവും, 1.5 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ടാവും, പിന്നെ 1.5 ലിറ്റർ ഡീസൽ ഉണ്ടാവും. എല്ലാം 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ 1.5 എണ്ണ എന്ന് പറയുമ്പോൾ ഒരു കാരൻസിൻ്റെ ബേസ് 2 വേരിയൻസിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൽ കണ്ടിന്യൂ എത്ര വരെ ചെയ്യും എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. കാരണം ഇത് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ളൊരു ഓഫറിംഗ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് സെറോസിലൊക്കെ 1 ലിറ്റർ ടർബോ മാത്രം കൊടുത്തില്ല. ഇപ്പോൾ അവർക്ക് അതായത് സോണറ്റ് ഓൾറെഡി 1.2 എണ്ണ വെച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെറോസ് ഒരു ഇത്തിരി പ്രീമിയം ഓഫറിംഗ് ആയിട്ട് ഇറക്കിയപ്പം അവർ അതിൻ്റെ അകത്ത് 1.2 എണ്ണ കൊടുത്തില്ല, പകരം 1 ലിറ്റർ ടർബോ മാത്രം കൊടുത്തു. അപ്പോൾ ഈ വണ്ടിയിലും ചിലപ്പോൾ ആ ഒരു സിമിലർ അപ്രോച്ച് പിടിച്ചേക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 ലിറ്റർ ടർബോ എന്ന് പറയുമ്പം 1.2 എണ്ണ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയുടെ അടുത്ത് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1.5 ടർബോവും അതുപോലെ 1.5 എണ്ണയും തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പവർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഇവരിപ്പോൾ ഇറക്കുന്നതിൽ വെച്ച് ടർബോ പെട്രോൾസിൻ്റെ കാറ്റഗറിയിൽ 1.5 ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഇതാണ്. 160 bhp അതുപോലെ തന്നെ 253 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കിട്ടുന്നതിൽ ഇപ്പോൾ വരുന്ന ടർബോയിലാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ ഒരു എഞ്ചിൻ 0-100 ക്ലോക്ക് ചെയ്യുന്നത്. ഏകദേശം 8 സെക്കൻഡ്സിനടുത്തൊക്കെ ആയിട്ട് ഈ വാഹനം 0-100 എത്തുന്നുണ്ട്. ഈ വാഹനം ഇൻ ദ സെൻസ് വരുന്ന ടർബോ. സോ അത് ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഏത് വേരിയൻ്റ് മുതൽ കിട്ടും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 1.5 എണ്ണ ഇതിനകത്ത് ഉണ്ടാകുമോ എന്നും പറയാൻ പറ്റില്ല. 1.5 എണ്ണ ഇല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 12-13 ലക്ഷം രൂപയിലേക്ക് ആവാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരൻസിന് ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഏകദേശം 10.6 lakhs ആണ് എക്സ്ഷോറൂം. അത് മാക്സിമം 19.7 lakhs വരെ പോകുന്നുണ്ട്. അതിനേക്കാൾ എങ്ങനെയായാലും 2 ലക്ഷം 3 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് മാക്സിമം ഈ വാഹനത്തിന് കൂടുതൽ പിടിച്ചു പോകാം. കാരണം അതിനേക്കാൾ ഇത്തിരി കൂടെ പ്രീമിയം ഓഫറിംഗ് ആയിട്ടാണ് പറയുന്നത്. മാത്രമല്ല കാരൻസ് അവിടെ മാർക്കറ്റിലുണ്ടാവും. ക്ലാവിസ് എന്ന് പറയുന്നത് അതിന് മുകളിലായിട്ടായിരിക്കും അവർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ കിയ ക്ലാവിസിൻ്റെ അപ്ഡേറ്റ്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ 1 ലാഖിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് ബൈ.